വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനമൊക്കെ വേണം അത് നമ്മൾ ഏകദേശം ടൈമായിട്ടുണ്ട്. ഗേറ്റ് 6 FD170 എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ്. 8:15 ഗേറ്റ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞത്. 8:15 ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ നാട്ടിൽ 11 മണിക്ക് അവിടെ എത്തും എന്നത്. ഓക്കെ ബൈ. നാട്ടിൽ ഹായ് ഹായ് ഹായ്. അപ്പൊ ഫസ്റ്റ് ഫ്ലൈയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ തായ്ലൻഡ് പോയതിന്റെ എക്സ്പെൻസ് എത്രയായി, എങ്ങനെ വന്നതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചധികം വൈകി പോയി ചേട്ടായി കാരണം. അത് എന്റെ ജോബ് സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് യാത്രകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് രണ്ടുപേരും കൂടെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് വൈകിയത്. എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ എങ്ങനെ വന്ന് നമ്മ പോണതിന് മുമ്പ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഹോട്ടലും ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ എത്ര രൂപ ആയി എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാട്ടോ. നമ്മള് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അഗോഡ വഴിയാണ് ഹോട്ടൽ ബുക്കിംഗ് എടുത്തത്. മേക്ക് മൈ ട്രിപ്പിൽ നമുക്ക് ഒരാൾക്ക് 9 സംതിങ് വെച്ചിട്ടാണ് 9:9 നമുക്ക് വന്നത്. അതിൽ അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് 7 കിലോ ലഗേജും 7 കിലോ ലഗേജും മാത്രം വരും. 9 സംതിങ് ആണ് നമുക്ക് വന്നത് പെർ പേഴ്സൺ വൺ സൈഡ്. ഇതിപ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 22 രൂപയോളം വരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മ ഇത് ബുക്ക് ചെയ്തത് 1.5 മാസം മുമ്പാണ്. പോണേന് 1.5 മാസം മുമ്പാണ്. ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെയ്ത 1.5 മാസം മുമ്പാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം 7 കിലോ വെച്ച് 2 പേർക്കും കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ നമുക്ക് ആ 7 കിലോ പോരാ. അതുകൊണ്ട് നമ്മൾ 20 കിലോ ഒരാൾക്ക് 20 കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ട്രാ എടുത്തു. അതിനൊരു 5000 രൂപയാണ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടലി ഞാൻ പറയുമ്പോ ഫ്ലൈറ്റ് ടിക്കറ്റിന് മാത്രം 39 സംതിങ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ എടുത്തിരുന്നത് ബാങ്കോക്കിൽ ലാപ്പറ്റൈറ്റ് സലീൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാണ്. നല്ല ഹോട്ടലായിരുന്നു. സുഖംവിറ്റ് 11. അവിടെ 2 ദിവസത്തെ സ്റ്റേക്ക് എത്രയാണോ വന്ന് 6300 സംതിങ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഹോട്ടൽ ബുക്കിംഗ് എടുത്തത് നമ്മൾ പട്ടായയില് ഗ്രാസ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടലാണ്. ഹോട്ടൽ കുഴപ്പമില്ല. അത് അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മള് ബാങ്കോക്കിലോ സലീൽ ഹോട്ടൽ വെച്ച് നോക്കുമ്പോൾ അത്ര സ്ഥലം. പക്ഷെ ഇവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു. പൂളൊക്കെ ഞങ്ങള് എന്റർടൈൻ ചെയ്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചീപ്പാണ് കുറച്ച്. അപ്പൊ ടോട്ടലി ഹോട്ടൽ ബുക്കിങ്ങിന് നമുക്ക് ആയത് 11 രൂപയാണ്. 11,360 രൂപയാണ് നമുക്ക് അയക്കണത്. അത് ഫ്രീ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് ടോട്ടൽ അയക്കണത് 39 സംതിങ്. പിന്നെ നമ്മ വിസ ഓൺ അറൈവലാണ്. അപ്പൊ വിസ ഓൺ അറൈവലിന് ഒരാൾക്ക് 2200 ബാത്താണ്. അപ്പൊ 2 പേർക്കും കൂടി ഇന്ത്യൻ മണി 10 സംതിങ് ആണ് അയക്കണത് വിസ ഓൺ അറൈവലിന്. പിന്നെ നമ്മള് ഇതെല്ലാം കൂടി എത്ര 39 സംതിങ് ഫ്ലൈറ്റ് ടിക്കറ്റിന് വന്നിട്ടുണ്ട്. നമ്മുടെ വന്നിട്ടുണ്ട്. അത് കൂടാണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് 50,000 രൂപയ്ക്ക് തായ്വാത്ത് മാറ്റിയെടുക്കുക, 40,000 രൂപയ്ക്ക് തായ്വാത്ത് മാറ്റിയെടുക്കുകയും 10,000 രൂപ കാർഡിൽ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്രയും പൈസയാണ് നമുക്ക് പോകാനായിട്ടുള്ള ചെലവിന് വേണ്ട കാര്യങ്ങൾ. ഇത്രയും പൈസ മതി. ഈ പൈസക്കുള്ളിൽ എല്ലാം നിൽക്കും. സ്വന്തമായിട്ട് പോകാനാണെങ്കിൽ അതായത് നമ്മൾ ഈ പൈസക്കുള്ളിൽ നിൽക്കും എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, നമ്മുടെ അവിടെയുള്ള നമുക്ക് എക്സ്പെൻസസ്, ഇതെല്ലാം കൂടിയാണ്. ഞങ്ങൾക്ക് ഇത്രയും പൈസ മൊത്തത്തിലായിട്ടുള്ളൂ. അതെ, വീട്ടിലോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഉൾപ്പെടെയാണ് ഈ കാശ് പറഞ്ഞത്. ഒറ്റയ്ക്ക് പോകുമ്പോഴേട്ടോ. പിന്നെ നമ്മൾ എങ്ങടേക്കാണ് പോയത്? നമ്മൾ ഫസ്റ്റ് ദിവസം നേരെ എയർപോർട്ടിൽ നിന്ന് ടാക്സി പിടിച്ചു. ടാക്സിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറയാനുള്ളത്, ഗ്രാബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബോൾട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഒന്നും കാർഡ് ആഡ് ചെയ്യരുത്. കാരണം ഞാൻ കാർഡ് ആഡ് ചെയ്തിട്ട് പേയ്മെന്റ് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പേയ്മെന്റ് പോകും. അയാൾ വന്നിട്ട് പറഞ്ഞു ഇത് എനിക്ക് റൈഡ് ക്യാൻസൽ ചെയ്യണം, എന്നിട്ട് ക്യാഷ് കയ്യിൽ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് പുള്ളി കുറച്ച് കഴിയുമ്പോൾ ക്യാൻസൽ ചെയ്തു. ഞാൻ പുള്ളിയുടെ റൈഡ് പോയില്ല. എൻ്റെ ഒരു 500 രൂപയോളം ക്യാഷ് ആയിട്ട് പോയി. പിന്നെ ഞാൻ ഗ്രാബിൽ ബുക്ക് ചെയ്തിട്ട് കയ്യിൽ ക്യാഷ് കൊടുത്തു, അക്കൗണ്ടിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ഗ്രാബിൽ ബുക്ക് ചെയ്തിട്ട് കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്. നമ്മൾ നേരെ ഹോട്ടലിൽ ചെന്നു. സോയി 11 നമ്മുടെ ഫസ്റ്റത്തെ ഹോട്ടലിൽ സലീൽ, ലാപ്പറ്റൈറ്റ് സലീൽ എന്ന് പറഞ്ഞ ഹോട്ടല്. അപ്പോൾ അവിടെ 11 മണിക്കാണ് ചെക്ക് ഇൻ ഉള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ ചെന്നതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർ വന്നോളൂ ചെക്ക് ഇൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഡീലക്സ് റൂമാണ് തന്നത്. നമുക്ക് നേരത്തെ ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ 800 ബാത്ത് അധികം കൊടുക്കണമെന്ന് പറഞ്ഞു, എക്സ്ട്രാ കൊടുക്കും. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആയി ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു 500 ബാത്ത് തന്നാൽ മതി. അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ അകത്ത് വെച്ചു. നേരെ നമ്മൾ അവിടെ നിന്ന് ഒരു പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മളൊരു ടാക്സി വിളിക്കാനായിട്ടാണ് നോക്കിയത്.
ടാക്സി വിളിക്കാനായിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കുറേ ടാക്സികൾ കിടക്കണം. ടാക്സികളുടെ ഇടയിൽ ഒരു പുള്ളി വന്നിട്ടും പറഞ്ഞു നിങ്ങൾക്ക് എവിടെ പോകാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് നമ്മുടെ സഫാരി വേൾഡിലോട്ട് പോകാനാണ്. അപ്പോൾ പുള്ളി ഒരു റേറ്റ് പറഞ്ഞു. എത്ര റേറ്റ് പറഞ്ഞു? 200 ബാത്താ 250 എന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി ആ റേറ്റ് എന്നൊരു ടാക്സിക്കാരോട് ചോദിച്ചപ്പോൾ ഇല്ല, ആ റേറ്റിന് അവർക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പേരോട് ചോദിച്ചിട്ട് ഒരാൾ പറഞ്ഞു ആ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ആ പുള്ളിയുടെ ഒപ്പം പോയി. പക്ഷെ പുള്ളി അടിപൊളിയായിരുന്നു. അപ്പൊ ആ പുള്ളിയുടെ നമ്പർ നമ്മളിവിടെ താഴെ കാണിക്കും. അതെ, നിങ്ങള് ബാങ്കോക്കില് സോയി 11 ആ സ്ഥലത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഇയാളെ വിളിച്ചാൽ, അത് ബാങ്കോക്കിൽ എവിടെയാണെങ്കിൽ ഇയാളെ വിളിച്ചിട്ട് നിങ്ങൾ കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ പുറത്ത് പറയണതാണ്, വിളിക്കാതിരിക്കാം. എനിക്ക് പുള്ളി അടിപൊളിയായിരുന്നു. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് എപ്പോഴും ഏറ്റവും നല്ലൊരു ഡ്രൈവർ അവിടെ കിട്ടുക എന്നുള്ളതാണ് മെയിൻ. അപ്പൊ ഇയാളുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. നമ്മളവിടെ പോയി കറങ്ങി പിന്നെ സഫാരി വേൾഡിൽ ചെന്നിട്ട് 1200 ഒരാൾക്ക് 1200 ബാത്തിന്റെ ടിക്കറ്റാണ് വന്നത്. അവര് പറയും 1300 ബാത്താണെന്നുണ്ടെങ്കിൽ വേറെ എന്തോ ഒരു ഇതും കൂടെ, അതായത് നമ്മള് ഒരു ദിവസം ഫുള്ള് നടന്ന് കാണാനുള്ളത്. 1300 ബാത്ത് കൊടുത്ത 2 ടിക്കറ്റും കിട്ടും. പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 400 ബാത്തെന്തോ കൊടുക്കേണ്ടി വരും. പക്ഷെ സഫാരി വേൾഡിൽ തന്നെ ഒരു ദിവസം നടന്ന് കണ്ട് തീരൂല സഫാരി പാർക്കിൽ. അതേമാതിരി നമുക്ക് അവിടെ കുറെ ഷോകൾ നടക്കുന്നുണ്ട്. നമുക്ക് കിട്ടുമ്പോൾ ഷോകളൊക്കെ എത്ര മണിക്കാണെന്നുള്ളത് നോക്കി നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോ എല്ലാം മിസ്സായി പോകും. നമുക്ക് എല്ലാ ഷോയൊന്നും കാണാൻ പറ്റില്ല, കാരണം പല ഷോയും ഒരേ സമയം നടക്കുന്നുണ്ട് അവിടുത്തെ ക്രൗഡ് മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ ഷോയൊന്നും കാണാൻ പറ്റില്ല. എന്നാലും നമുക്ക് പറ്റുന്ന ഷോകളുടെ ടൈമിംഗ് നോക്കി വെച്ചിട്ട് അവിടെ നടന്നാല് നമുക്ക് ഒരുവിധം കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം അവിടെ മൊത്തം പോയി. അവിടെ നിന്ന് നമ്മളൊരു ടാക്സി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിന് ടാക്സിക്ക് 180 ബാത്തൊക്കെയാണ് കേട്ടോ. 180 ബാത്ത് 170 ബാത്തൊക്കെയാണ് വന്നത്. അതെ, ഞാൻ 180 ബാത്തിന്റെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ 15 മിനിറ്റോളം നമുക്ക് ആരും പിക്ക് ചെയ്തില്ല. പിന്നെ 220 200ന്റെ ഒക്കെ ഉണ്ട്. 200ന്റെ എടുത്ത് കഴിഞ്ഞപ്പോ പിക്ക് ചെയ്തു. അപ്പൊ തന്നെ വണ്ടി വന്നു, ഞങ്ങൾ കയറി പോകും. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ വൈകിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങും. ഫുഡ് കഴിക്കാൻ ശരിക്കും ഒരു 50 ബാത്തൊക്കെ ഒരാൾക്ക് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കും, ചിലപ്പോൾ ഹോട്ടലിൽ കയറും. അത് ഡിപ്പെൻസ് ആണ് ഓരോരുത്തരും. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങും. ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്ന സമയത്തും ഞങ്ങൾ ഒരു കറക്കമുണ്ട്. അങ്ങനെ കറങ്ങി ഞങ്ങൾ സോയി 11 പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ നമ്മൾ മാഗി മേടിക്കുന്നു. അതെ, രാവിലെ ഫുഡൊന്നും അത്ര പിടിക്കൂല. മിക്ക ഫുഡും അവരുടെ ടേസ്റ്റ് ആയിട്ട് അങ്ങനെ സിങ്ക് ആവൂല. കാരണം അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വൈകിട്ട് സോയി 11 പോയി. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം എവിടെയാണ് പോയത്? അല്ല, നമ്മൾ എവിടെയൊക്കെ പോയി എന്നുള്ളതാണ്. ഫ്ലോട്ടിംഗ് പിറ്റേ ദിവസം മറ്റേ പുള്ളിനെ വിളിച്ചു. അപ്പൊ പുള്ളിനെ വിളിച്ചപ്പോ ഞങ്ങളിങ്ങനെ പോകാനാണ്. എത്ര പുള്ളി പറഞ്ഞു? ഒരു 800 ബാത്തൊക്കെ വരും എന്ന് പറഞ്ഞു. പുള്ളി അപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല ദൂരം ഉണ്ട്. ഇപ്പൊ 800 ബാത്ത് പറയാം 1600 1800 രൂപയ്ക്കാണ് ഇവിടുത്തെ. പക്ഷെ അതിൽ കൂടുതൽ ദൂരം അവർ ഓടുന്നുണ്ട്. അവിടെ കുറച്ച് ഈ ട്രാവല് ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ നേരെ ഇവിടെ പോയി ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി. അവിടെയും ഈ പറഞ്ഞ ഞങ്ങൾ ചെന്നപ്പോ 3000 ബാത്താണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ 2 പേരുള്ളൂ. ഒരു വണ്ടി ഒരു ബോട്ടില് ഒരു 7-8 പേർക്ക് കയറാവുന്ന ഇതുണ്ട്. അപ്പൊ അവർ പറഞ്ഞ് ലാസ്റ്റ് 2000 ബാത്ത് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ഡ്രൈവർ സംസാരിച്ചു. അങ്ങനെ 1500 ബാത്തിന് സെറ്റായി. അത് അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അവിടേക്ക് പോയി കറങ്ങി തിരിച്ചു. റെയിൽ മാർക്കറ്റിന് പുള്ളി കറക്റ്റ് ടൈമിന് അവിടെ ഞങ്ങൾ എത്തിച്ചു. അവിടെ റെയിൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം, അത്ര ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. അവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല. ആ ട്രെയിൻ വരുന്നു, അവരെല്ലാം മാറ്റുന്നു, നമ്മൾ അവിടെ അടുത്തുനിന്ന് കാണുന്നു. അവിടെ കുറെ വിദേശികൾ കുറെ പേരുണ്ട് കേട്ടോ. ഇതിന്റെ പുറകെ തന്നെയാണ് ആ ട്രെയിൻ സ്റ്റേഷൻ. നമുക്ക് നേരെ പോയിക്കാൻ ട്രെയിനോടെ കിടക്കണതൊക്കെ കാണാം. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ വാറ്റൂരിലോട്ട് പോയി. വാറ്റൂരിൽ എത്തിക്കഴിഞ്ഞു. വാറ്റൂരിൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഡ്രൈവർ പറഞ്ഞു അവിടെ വണ്ടി ഇടാൻ പറ്റൂല, പാർക്കിംഗ്. അവിടെ ആർമിയുടെ ഏരിയ ആണ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് വണ്ടി ഇടാൻ പറ്റൂല. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോയിക്കോ. അപ്പോൾ എത്ര രൂപയാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി 800 പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ചൈന ടൗൺ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി ബ്ലോക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് 700 ബാത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 800 ബാത്ത് തന്നെ കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ വാറ്റൂരിൽ കയറാൻ പറ്റിയില്ല. കാരണം വാറ്റൂരിൽ നിക്സി ഇട്ടിരുന്നത് ഈ സ്ലീവ്ലെസ്, ഇവിടുത്തെ സ്ലീവ്ലെസ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞവര്. അപ്പോൾ അവിടെ വേറെ ഡ്രസ്സ് ഉണ്ട്, ട്രഡീഷണൽ ഡ്രസ്സ്. ഇങ്ങനെ ആൾക്കാരോട് വന്നിട്ട് അത് ഇട്ടിട്ട് അകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ കയറാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും കയറിയില്ല. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഞാൻ ചൈന ടൗണിലോട്ട് പോകാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കി. അപ്പൊ നമ്മൾ ടുക്ക് മറ്റേ ഓട്ടോറിക്ഷ സാധനം അത് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് 100 ബാത്തൊക്കെയാണ്.
അല്ല അധികം ഡീറ്റെയിൽ ആണല്ലോ അവിടുത്തെ റേറ്റും കാര്യങ്ങളും. ടുക്ക് നമുക്ക് ഇവിടെ വാറ്റരണീന്ന് ചൈന ടൗണിലോട്ട് 100-150 ഭാഗത്ത് എന്താണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വേറെ ഒരു ബോട്ടിന്റെ ഇത് കണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴാണ് ബോട്ടൊക്കെ ഭയങ്കര വലുതാണ്. നമ്മുടെ മറൈൻ ഡ്രൈവില് വലിയ ലക്ഷറിയിലോട്ട് പോകുന്ന വലിയ ടൈപ്പ് ബോട്ടുകൾ കിടക്കാറുണ്ട്. ഷിപ്പല്ല പറയണത്, ബോട്ട് കിടക്കാറുണ്ട് വലുത് 2 ഇതൊക്കെ ആയിട്ട്. അപ്പൊ ആ ടൈപ്പ് മെട്രോന്റെ ഒക്കെ തന്നെ ഭയങ്കര വലുത്. നമ്മുടെ മെട്രോന്റെ തന്നെ ഭയങ്കര വലുത്, AC അല്ല. ഞങ്ങൾ മുകളിലിരുന്നാണ് പോയത് കേട്ടോ, 2 തട്ടാണ്. അപ്പൊ അതിനെന്തോ 30 ഭാഗത്തോ 40 ഭാഗത്തൊക്കെ ആവണുള്ളൂ കേട്ടോ. അവിടെ നിന്ന് നേരെ ചൈന ടൗണിൽ ചെന്ന് അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നമുക്ക് ഈ ബോട്ട് കെട്ടിന്ന് ചൈന ടൗണിലോട്ട് നടക്കാനുണ്ട്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോണത്, കാരണം കുറെ കാര്യങ്ങൾ കുറച്ച് സമയത്തിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചൈന ടൗണിൽ ചെന്ന് ചൈന ടൗണിൽ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് കറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 16 കിലോമീറ്റർ ഞങ്ങൾ നടന്നാണ് വന്നത്. അത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ മൊത്തം ഇങ്ങനെ ഓരോ മാള് 2011 എന്നൊക്കെ പറഞ്ഞ മാളുകളിൽ കൂടെ ഒക്കെ കയറി അങ്ങനെ ടെർമിനൽ 21 അങ്ങനെ പട്ടായലാണ് കുറെ മാളുണ്ട്, നമ്പറുകളാണ്. ഏതൊക്കെ മാളിൽ കയറുന്ന ഒരു പെടുത്തില്ല. അതേപോലെ ഫുഡ് സ്ട്രീറ്റ് കൂടെ ഒക്കെ കയറി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഹലോവിൻ ഡേ ആയതുകൊണ്ട് ചില ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള കുറെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ കുറെ കടകളും മ്യൂസിക്കും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയൊക്കെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. മാളുകളിൽ കയറി അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നു. അപ്പൊ അന്ന് നടന്നു വന്നുകൊണ്ട് തന്നെ പിന്നെ രാത്രി ഫുഡും കഴിച്ചാൽ വന്നത്, വേറെ ഒന്നും കയറിയില്ല. അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മള് 11 മണിക്ക് അവിടെ അല്ലെങ്കിൽ രാവിലെ നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നതാണ് റൂം. അവിടെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് അക്കാമായി ബസ് സ്റ്റോപ്പിലോട്ട് പോയി. 130 ബാത്ത് എന്തായിരുന്നു ഒരാൾക്ക്. ടുക്ടുക്കിനാണ് പോയത്. എന്തോ 100 ബാത്ത്, അവര് 100 ബാത്തിന്റെ ആൾക്കാരാണ്. എന്ത് ചോദിച്ചാലും 100 ബാത്ത് പറയാറ്. അപ്പൊ നമ്മള് ഇവിടെ ചെന്നു, അക്കാമായി ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് 130 ബാത്തായിട്ട് ഒരാൾക്ക്, അങ്ങനെ 2 പേർക്ക് 260 ബാത്ത്. നമ്മള് പട്ടായ ബസ് സ്റ്റാൻഡിൽ ചെന്ന് അവിടെ നിന്ന് നമ്മള് ഷെയർ ടാക്സി 50 ബാത്ത് ഒരാൾക്ക് ഷെയർ ടാക്സി പിടിച്ച് നമ്മുടെ ഗ്രാസ് റൂമിലോട്ട് ചെന്നു. അന്ന് അവിടെ വൈകിട്ട് അവിടെയൊക്കെ നടന്ന് കറങ്ങി ഞങ്ങള് രാത്രി അവിടെ പോയി കോറൽ ഐലൻഡിൽ പോകാൻ എങ്ങനെയാണ് എന്താണ് ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു. പറഞ്ഞു 100 ബാത്താണ് ബോട്ടിൽ പോവുകയാണെങ്കിൽ. മറ്റേ അവിടുത്തെ ഗവൺമെന്റ് ബോട്ട് ഉണ്ട്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല കേട്ടോ, എല്ലാവരും അങ്ങനെയൊക്കെ പോണു. 30 ബാത്ത് ഞങ്ങള് എന്നിട്ട് നേരെ വന്ന് കിടന്നു. പിന്നെ അവിടെ മാർക്കറ്റിലെ കുറെ കറങ്ങി. ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞൊരു മാളൊക്കെ ഉണ്ടായിരുന്നു. മാളിലേക്ക് കയറി ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഈ ഹലോവിൻ ഡേയുടെ ഇടയിലായതുകൊണ്ട് അത് അതിന്റെ മാളാണ്. ഭയങ്കര അത് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അവിടെയൊക്കെ കയറി ഞങ്ങൾ എപ്പോഴും പിന്നെ ഒരു ബോംബ മിൽക്ക് ഒക്കെ വാങ്ങിച്ചു പിടിക്കും. 30 ഭാഗത്ത് 40 ഭാഗത്തൊക്കെ നമ്മള് ഈ ചെലവെല്ലാം കൂട്ടിയാണ് നമ്മൾ മൊത്തത്തിലുള്ള നമ്മുടെ എക്സ്പെൻസസ് പറയുന്നത്. ഇതെല്ലാം അത് ഞങ്ങൾക്ക് എന്തൊക്കെ ചെലവായിട്ട് എന്തൊക്കെ വീട്ടിലോട്ട് വാങ്ങിച്ച സാധനങ്ങൾ അടക്കമാണ് ഞങ്ങൾക്ക് 97 രൂപ അല്ല എല്ലാം കൂടെ 10,000 ബാത്ത് പിടിക്കാം. നമുക്ക് 1 ലക്ഷം രൂപയെ തൊട്ട് താഴെയാണ് വന്നത്. എല്ലാം കൂടെ 1,98,000 രൂപ ആയിട്ടുള്ളൂ സത്യത്തിൽ. അത് നമ്മള് ഇതിന്റെ ഇടയിൽ നമ്മള് 6 days ആണ്. അതെ അതെ അതെ. ഇതിന്റെ ഇടയിൽ ടൈഗർ പാർക്കിൽ പോയി, കോറൽ ഐലൻഡിൽ പോയി, ഫ്ലോട്ടി മാർക്കറ്റ്, സഫാരി വേൾഡ്, ഇതിന്റെ ഒക്കെ ടിക്കറ്റും ഒക്കെ കൂടെ അടങ്ങിയിട്ടാണ് ഈ പറയണത്. പിന്നെ നമ്മ എക്സ്ട്രാ നമുക്ക് പോലീസ് പിടിച്ച് 500 രൂപ. അതെ, നമ്മള് അത് ഞാൻ പറഞ്ഞു വരാം, അതിലോട്ട് വരാം. അപ്പൊ നമ്മള് ബിലീവ് ഇറ്റ് ഓർ ഇതിലോട്ട് പോയി അവിടെ ചെന്നു. അത് കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് മറ്റേ വാക്കിംഗ് സ്ട്രീറ്റിൽ പതുക്കെ നടക്കാനൊക്കെ പോയി. അവിടെയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഞങ്ങൾ ഡീറ്റെയിൽസ് എടുത്തു. പിറ്റേ ദിവസം ഞങ്ങൾ കോറൽ ഐലൻഡിലോട്ട് ബോട്ടിന് പോയി. അവിടെ നമ്മൾ കുറെ കറങ്ങി ഫുഡ് കഴിച്ചു. അതിനുശേഷം നമ്മള് വാട്ടർ സ്കൂട്ടറിൽ പോയി. പിന്നെ അവിടെ കരിക്ക് എന്തൊക്കെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ കറങ്ങി. വേറെ പ്രത്യേകിച്ച് അവിടെ ഇതൊന്നും ഇല്ല അല്ലെ. പക്ഷെ നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. അവിടെ കുറെ ഫോട്ടോ ഒക്കെ എടുക്കാം, ഈ വാട്ടർ ആക്ടിവിറ്റീസ്. പിന്നെ അവിടെ സ്കൂട്ടർ എടുത്തിട്ട് വേണമെങ്കിൽ കറങ്ങാം. പക്ഷെ അവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധനും ഒരു മലയുടെ എന്തോ മാത്രമേ കാണാനുള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയില്ല. അത് ഞങ്ങൾ തിരിച്ചു വന്നു. എന്നിട്ട് അന്നും വൈകിട്ടൊക്കെ ആയി അവിടെ മറ്റേ മൊത്തം കറങ്ങി നടന്ന് പട്ടായയിലൊക്കെ. പിറ്റേ ദിവസം നമ്മൾ സ്കൂട്ടർ എടുത്തു. റെന്റിന് എടുത്തിട്ട് ഞങ്ങൾ ടൈഗർ അല്ല മറ്റേ ഇവിടെയാണോ സാഞ്ചുറി ഓഫ് ട്രൂത്ത്. ആ പോണ സമയത്ത് ഞങ്ങൾ പോലീസ് പിടിച്ചു. നിക്സിക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല. അവര് തന്നതാണ്, നമ്മളത് കൊണ്ടു നടക്കാറിലും എടുത്തു. നമുക്ക് റെന്റിയ ബൈക്ക് എടുക്കുമ്പോ 350 ബാത്ത് റെന്റിയ ബൈക്കിനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു 2,000 ബാത്തോളം അവിടെ അഡ്വാൻസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കണം. അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും.
പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് നിക്സിയെ പോലീസ് പിടിച്ചു. അപ്പോൾ നമ്മൾ 2000 ഭാഗത്ത് അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തത് കൊണ്ടും പിന്നെ 500 ഭാഗത്ത് നമ്മുടെ ഇതിൽ നിന്ന് പോയത് കൊണ്ടും പിന്നെ ബാക്കി ക്യാഷ് നമ്മുടെ കാർഡിലായിട്ട് ഇരുന്നത് കൊണ്ടും നമുക്ക് അവിടെ സാനിറ്ററി ഓഫ് ട്രൂത്തിൽ കയറാൻ പറ്റാഞ്ഞതല്ല, നമ്മൾ പൈസ കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നുമില്ല, അങ്ങനെ നടന്ന് കാണുക, ടൈമും പോണുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കയറിയില്ല. 500 ഭാഗത്ത് ഒരാൾക്ക്. പിന്നെ ടൈഗർ പാർക്കിലോട്ട് പോയി. ടൈഗർ പാർക്കിൽ 560 ഭാഗത്താണ് ഒരാൾക്ക്. അത് മീഡിയം ടൈഗർ, സ്മോൾ ടൈഗർ, ബിഗ് ടൈഗർ എന്നൊക്കെ അതില് നമുക്ക് അവിടെ ചെന്ന് പോയി കടുവേനെ തൊട്ട് പിടിച്ച് അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം, എല്ലാം ചെയ്യാട്ടോ. അതിനാണ് ഇപ്പൊ. പിന്നെ അതിൽ കൂടെ ഇങ്ങനെ കറങ്ങി കണ്ട് നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് വരാം. അപ്പൊ നമ്മൾ ഇറങ്ങി വരുമ്പോ തന്നെ അവര് നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മളറിയാണ്ട് തന്നെ. എന്നിട്ട് ആ ഫോട്ടോ ഫ്രെയിം ചെയ്തൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ഇതിന് ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രെയിം ചെയ്യാം, കാരണം ഫോട്ടോസ് ഒക്കെ ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. അപ്പോ ആ ഫോട്ടോ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ട് എടുത്തതല്ല, അവരപ്പൊ തന്നെ ഫ്രെയിമിൽ നിന്ന് വലിച്ചു വരിട്ട് അവര് ആ പൈസ കൂട്ടി നമ്മുടെ നിന്ന് വാങ്ങണുണ്ട്. എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം അത്രയും നമ്മൾ സഫാരി വേൾഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പൈസക്ക് ഒന്നുമില്ല അവിടെ. ആകെ ഒരു 10-30 ടൈഗർ അതേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നു ഞങ്ങള്. പിന്നെ നമ്മൾ എവിടെ പോയത് അവിടെ നിന്ന് വന്നിട്ട് നമ്മള് ടൈഗർ പാർക്കിൽ നിന്ന് വന്നിട്ട് നമ്മള് വണ്ടി വെച്ചിട്ട് നടന്നു പോയായിരുന്നു. നമ്മള് വാക്കിംഗ് സ്ട്രീറ്റ് ഫുള്ള് നൈറ്റ് എക്സ്പ്ലോർ, ഡെയിലി ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം. അല്ല, വണ്ടി പിറ്റേ ദിവസം കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോരായിരുന്നു. വണ്ടി കൊടുത്തു. എന്നിട്ട് നമ്മള് അവിടെ നിന്ന് ഒരു ടാക്സിയിൽ നമ്മള് ഇങ്ങോട്ട് പോന്നു, ഈ ബസ് സ്റ്റേഷനിലോട്ട് പോന്നു. ബസ് സ്റ്റേഷനിൽ നിന്ന് അടുത്ത ബാങ്കോക്ക് ബസ് സ്റ്റേഷനിൽ വന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ട് ഇവിടേക്ക് വന്നു, എയർപോർട്ടിൽ ചെന്നു നേരെ ഇവിടെ വന്നു. അപ്പൊ നമുക്ക് മൊത്തത്തില് എക്സ്പെൻസ് വന്നത് 97,000 രൂപ, 1,00,000 തൊട്ട് താഴെയാണ് എക്സ്പെൻസ്. ഒക്ടോബർ 29-ാം തീയതി തോന്നണം. നവംബർ പിന്നെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യത്തിൽ തിരുത്തെന്ന് പറഞ്ഞാൽ തിരുത്തല്ല, അതിപ്പോഴത്തെ മാറ്റിയതാണ്. നമ്മൾ അന്ന് പോണ സമയത്ത് കൊച്ചി എയർപോർട്ടിൽ നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്തിരുന്നു, കൊച്ചി മെട്രോ കാർഡ് വെച്ചിട്ട്. അത് ഈ മാസം അവസാനത്തോടു കൂടി അത് നിർത്തുകയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർഡിന് കോംപ്ലിമെന്ററി ആയിട്ട് ഉണ്ടായിരുന്നതാണ്. അത് യൂസ് ചെയ്യണ്ടോ, അതിങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് കിട്ടിയിരുന്നതാണ്. അപ്പൊ ഈ ഡിസംബർ മുതൽ ആ കോംപ്ലിമെന്ററി നമുക്ക് കൊച്ചി മെട്രോ കാർഡിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ എത്ര നാളത്തേക്കാണെന്ന് അറിയില്ല. അടുത്ത വർഷം മെയ് 24 മെയ് വരെയാണ് വിസ ഇല്ല അവിടെ ചെന്ന്. ഒരുപക്ഷെ അവര് സ്റ്റാമ്പ് വെക്കുമായിരിക്കും, പൈസ ഉണ്ടാവൂലായിരിക്കും. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ 98,000 രൂപ എന്ന് പറഞ്ഞാൽ 88 രൂപ. അതെ, 88 ലാവിഷായിട്ട് 88,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലാവിഷായിട്ട് പോവാം. പിന്നെ അവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, സംസാരിക്കാനായിട്ട് ഇതൊന്നുമില്ല. പിന്നെ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും നിങ്ങൾ വന്നതല്ലേ നമുക്ക് ഇങ്ങനെ ആവട്ടെ എന്ന രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തത്. ഒരിക്കലും നമ്മളോട് അത് ശരിയാവില്ല, പറ്റില്ല എന്ന രീതിയിൽ സംസാരിക്കില്ല. പിന്നെ ബാർഗെയിനിങ് ഒരു മോശമായ കാര്യമാണെന്ന് അറിയാം. എന്നിരുന്നാലും അത് നമ്മുടെ മുൻപ് പോയ ആൾക്കാർ അങ്ങനെ ബാർഗെയിൻ ചെയ്യാറുള്ളതുകൊണ്ട് ഇപ്പോഴും ബാർഗെയിൻ ചെയ്താൽ മാത്രമാണ് വാല്യൂ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ മാത്രം, കാരണം നമ്മളെ കാണുമ്പോൾ ഒരു കൂട്ടി പറയുമാണ്. എന്നാലും നമുക്ക് പറ്റാതെ വാങ്ങാതിരിക്കാം, കൂടുതൽ പറയാം. ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അതെ, നമ്മള് മെയിൻ ആയിട്ട് നമ്മള് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി ഞങ്ങൾ ഒരിക്കലും ബാർഗെയിനിങ് ഒന്നുമില്ല. ഞങ്ങൾ അത്രയും പൈസ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കേരള എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന പറഞ്ഞ് നിങ്ങൾ വന്നതല്ലേ 5,000 ബാത്ത് ചോദിച്ചു. എന്റെ ലാസ്റ്റ് 2,000 ബാത്ത് പറഞ്ഞത്. എന്റെ ഡ്രൈവർ സംസാരിച്ച് 1,500 ബാത്ത് ഞങ്ങൾ പോയി. ഹാപ്പി ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും വാങ്ങണം കേട്ടോ അവിടെ പോയി, കാരണം ഇവര് എല്ലാത്തിന്റെ അടുത്തോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ വാങ്ങിയാൽ മാത്രമേ അവരവിടെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഞങ്ങള് ഐസ്ക്രീമും റൈസൊക്കെ വാങ്ങിച്ചിരുന്നു. നമ്മള് റൺവേ സ്ട്രീറ്റ് മാർക്കറ്റിൽ പോയതൊക്കെ പറഞ്ഞല്ലോ അല്ലേ.
റൺവേ സ്ട്രീറ്റ് മാർക്കറ്റാണ്. ഈ നമ്മൾ ബൈക്ക് എടുക്കുന്നതിന്റെ തലേ ദിവസം രാത്രി റൺവേ സ്ട്രീറ്റ് മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചിക്കൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമ്മളിതിൽ മെയിൻ ആയിട്ട് എക്സ്പെൻസസ് കവർ ചെയ്യുക, എങ്ങനെ പോയി എന്നുള്ളത് ഈ ഫുഡും അത് കവർ ട്രാൻസ്പോർട്ടും ആയിട്ടുണ്ട്. കൂടി ഒരു 10,000 ബാത്തി പിടിച്ചോട്ടെങ്ക അതെന്തായാലും വരും. അത് ലാവിഷായിട്ടുള്ള റേറ്റ് ആണ് പറയണത്. അപ്പൊ പിന്നെ ഇതൊക്കെയാണ് ഡീറ്റെയിൽ. ഇത്രയൊക്കെയാണ് നമ്മൾ പോയതിന്റെ ഡീറ്റെയിൽസും എക്സ്പെൻസസും. എങ്ങനെ വന്നാലും ഒരു 88,000 രൂപക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോയിട്ട് വരാം. ഇപ്പൊ ഈ വിസ ചാർജ് ഇല്ലാത്തത് വിസ ഇവിടെ ഉണ്ടെങ്കിൽ 10,000 രൂപ എക്സ്ട്രാ വെക്കാം. അപ്പൊ നമ്മ പറയാനുള്ളത് പിന്നെ കുറച്ച് വീഡിയോ നമ്മ വന്നതിന്റെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ബൈ ബൈ. നമ്മുടെ പുറത്തെ ടെമ്പറേച്ചറായിട്ട് അകത്തെ ടെമ്പറേച്ചർ കുറച്ച് തണുപ്പിക്കാൻ നോക്കും. പക്ഷെ അതിൻ്റെ ഡോർ ഓപ്പൺ ആയി കിടക്കില്ല. അപ്പം അതിനെ മാക്സിമം പുറത്ത് തണുപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ ഫോഗ് പോലെ വന്നത്.